Hi everybody, I am Dr. Pradeep Kumar Shenai. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റുമറ്റോളജിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മംഗലാപുരം അത്താവർ KMCക്ക് എതിർവശമുള്ളതും ചക്രപാണി അമ്പലത്തിന് സമീപമുള്ളതുമായിട്ടുള്ള അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നിന്നാണ്. ഞാൻ മാസത്തിൽ 4 പ്രാവശ്യം കാസർഗോഡ് പ്രാക്ടീസിന് വരുന്നുണ്ട്. 1-ാമത്തെയും 3-ാമത്തെയും ഞായറാഴ്ചയും 2-ാമത്തെയും 4-ാമത്തെയും വെള്ളിയാഴ്ചയും. ഞാൻ ആദ്യം പോകുന്നത് EK നായർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്. 2-ാമത് പോകുന്നത് കൃഷ്ണ ഹോസ്പിറ്റലും 3-ാമത് പോകുന്നത് കിംസ് സൺറൈസ് ഹോസ്പിറ്റലുമാണ്. ഞാൻ വരുന്ന സമയം അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഓരോ ഹോസ്പിറ്റലും നോക്കുന്ന പേഷ്യൻറ്റിൻ്റെ നമ്പറിനെ ആശ്രയിച്ചിരിക്കും ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പോകുന്ന സമയം. അപ്പം ഞാൻ വരുന്ന ദിവസം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വളരെ കൃത്യമായിട്ട് ഞാൻ വരുന്ന സമയം പറഞ്ഞുതരാൻ പറ്റും. ഹോസ്പിറ്റൽ ഏതായാലും സന്ധിവാതത്തിന് അലോപ്പതിയിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. സന്ധിവാതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെയാണ്. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ ചില പേഷ്യൻസ് ആമവാദം എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അലോപ്പതിയിലില്ല. ആമവാദം എന്ന് പറഞ്ഞാൽ ആമൊക്കെ വരുന്ന വാദം. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ചാണ്. ഇതിന് മലയാളത്തിൽ ഞാൻ വിളിക്കുന്നത് സന്ധിവാതം എന്നാണ്. ഞാൻ പറഞ്ഞ പോലെ സന്ധിവാതത്തിന് അലോപ്പതിയിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. അപ്പം പല പേഷ്യൻസും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തിനാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഇത്ര മരുന്ന് കഴിക്കുന്നതെന്ന്. അതിന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, അതാദ്യം പറയാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറിൽ നമ്മൾ എന്തൊക്കെ ഇടും? ഉരുളക്കിഴങ്ങിടും, ഉള്ളിടും, തക്കാളി ഇടും, പരിപ്പിടും, വെണ്ടക്കയിടും, ഉപ്പിടും, സാമ്പാറിന് പൊടിയിടും, വെള്ളമൊഴിക്കും. ഇതൊക്കെയാണ് മിനിമം സാമ്പാറിന് വേണ്ട ചേരുവകൾ. ആ ചേരുവകളിൽ ഏതെങ്കിലും 1-2 എണ്ണം കുറഞ്ഞു പോയാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടൂല, അത്രയും നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അതേപോലെയാണ് നമ്മൾ സന്ധിവാതത്തിന് വേണ്ട മരുന്നുകൾ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ സന്ധിവാതം റിമിഷനിലോട്ട് പോവില്ല. അപ്പം നമ്മൾ ഈ മരുന്നുകൾ എഴുതുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ പല സെൽസും ഉണ്ട്. അതിന് T സെൽസ് എന്ന് പറയും, B സെൽസ് എന്ന് പറയും, നാച്ചുറൽ കില്ലർ സെൽസ്, ലിംഫോസൈറ്റ്സ്, മാക്രോഫേജസ്. ഈ സെൽസ് എല്ലാം ജീൻസിൻ്റെ ബാക്കപ്പിൽ പല രീതികളിലും വഴികളിലും കൂടിയാണ് നമുക്ക് ഈ വാദം ഉണ്ടാക്കി തരുന്നത്. ഈ ജീൻസിനെ നമ്മൾ HLA-DR1, HLA-DR4, ഷെയർഡ് എപ്പിടോപ്പ് എന്നൊക്കെ വിളിക്കും. അപ്പം ഈ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ സെൽസ് ഈ അസുഖമുണ്ടാക്കുമ്പം ഈ പല രീതികളും പല വഴികളും തടുക്കണമെങ്കിൽ, ഫലപ്രദമായി തടുക്കണമെങ്കിൽ ഇത്രയും മരുന്ന് കഴിക്കണം. പക്ഷെ നമ്മൾ വെറുതെ മരുന്ന് എഴുതുന്നതല്ല, നമ്മൾ പല ഫാക്ടേഴ്സും നോക്കും. പേഷ്യൻ്റ് സീറോ പോസിറ്റീവ് ആണോ, സീറോ നെഗറ്റീവ് ആണോ, അതായത് പേഷ്യൻറ്റിന് റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ, ACPA പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, പിന്നെ പേഷ്യൻറ്റിൻ്റെ തുടക്കത്തിലെ ESR, CRP, പിന്നെ പേഷ്യൻറ്റിൻ്റെ ഫങ്ഷണൽ ഡിസബിലിറ്റി, പിന്നെ ഫാമിലി കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്നും കൂടി നമ്മൾ നോക്കും. സന്ധിവാതം കൂടുതൽ വരുന്നത് സ്ത്രീകളിലാണ്. 3 സ്ത്രീകൾക്ക് വരുമ്പം ഒരു പുരുഷനാണ് സന്ധിവാതം വരുന്നത്. അപ്പം സ്ത്രീകൾക്ക് പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ഫീഡിങ്ങിലും കഴിക്കാൻ വേണ്ടിയിട്ട് അലോപ്പതിയിൽ വേറെ മരുന്നുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ സന്ധിവാതത്തിന് കഴിക്കുന്ന മരുന്നുകളെല്ലാം ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ക്ലിനിക്കൽ ട്രയൽസ് ചെയ്തിട്ട് ഭയങ്കര സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അപ്പം മരുന്ന് കഴിച്ചിട്ട് അസുഖത്തിനെ നിയന്ത്രിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ മോണിറ്ററിങ്ങിന് വരാൻ പറയുന്നത് പോലെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ അസുഖത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പഠിച്ച ഡോക്ടറായാലും മരുന്ന് എഴുതാനേ പറ്റുള്ളൂ. കഴിക്കുന്നത് പേഷ്യൻ്റ് തന്നെ കഴിക്കണം. ഈ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എൻ്റെ 20 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സന്ധിവാതത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമായിട്ടുള്ളത് അലോപ്പതിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിനിൽ പോകാൻ പാടില്ല. പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് പുറമെ സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ്, എൻട്രോപ്പത്തിക് ആർത്രൈറ്റിസ് എന്നീ ആർത്രൈറ്റിസ് ഉള്ളവർക്കും എന്നെ കാസർഗോഡ് വെച്ച് കാണിക്കാവുന്നതാണ്.
പിന്നെ കഴുത്ത് വേദന, നടുവേദന, മുട്ടുവേദന എന്നീ വേദന ഉള്ളവർക്കും എന്നെ വന്ന് കാണാവുന്നതാണ്. ഞാൻ കാസർഗോഡ് വരുന്ന തീയതി ഒന്നും കൂടി തീയതിയല്ല, ഞാൻ വരുന്ന ദിവസം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 1-ാമത്തെയും 3-ാമത്തെയും ഞായറാഴ്ചയും 2-ാമത്തെയും 4-ാമത്തെയും വെള്ളിയാഴ്ചയും. ആദ്യം പോകുന്നത് ഇ കെ നായനാർ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, 2-ാമത് പോകുന്നത് കൃഷ്ണ ഹോസ്പിറ്റൽ, 3-ാമത് പോകുന്നത് കിംസ് സൺറൈറ്റ് ഹോസ്പിറ്റൽ. അപ്പം കാസർഗോഡുകാർക്ക് എല്ലാവർക്കും ഞമ്മൻ്റെ നമസ്കാരം.